അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ വേദനയായി മാറുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നതല്ലാതെ, ഇപ്പം മണിപ്പൂരിനെ കുറിച്ച് പല ആൾക്കാർ സംസാരിക്കാറുണ്ട്. ആത്യന്തികമായിട്ട് ആരാണ് വേദനിക്കപ്പെടുന്നത്? പാലസ്തീനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇവിടെ ആരാണ് വേദനിച്ചിട്ട് അവന്റെ ജീവിതം ഇല്ലാതാക്കി അല്ലെങ്കിൽ സദാസമയം ഇതെല്ലാം തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായി മാറുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. അവരിൽ ഒരാൾ നമ്മുടേതാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. ഞാൻ ദുബായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇത് സംഭവിച്ചത് കൊച്ചിയിലാണെന്നും അവിടെ മണ്ണിനടിയിൽ പൂണ്ട് കിടക്കുന്നതിൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഉണ്ടായേക്കാമല്ലോ എന്ന ചിന്ത എന്നെ വല്ലാണ്ട് നമ്മളെ ഒരു വല്ലാത്ത വൈകാരികമായ അവസ്ഥയിലേക്ക് പോകും. അതായത് ഞാനില്ലാത്തൊരു സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ചിന്തയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, ദുബായിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാമെന്ന് കരുതി സ്വരുക്കൂട്ടാമെന്ന് കരുതി വെച്ചിരുന്ന ഒരു തുക വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ചിന്തിച്ചത് എൻ്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയ പണമുണ്ടായതുകൊണ്ടോ ആ സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പങ്കുവച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പ് ഒരാഴ്ച എന്റെ നാട്ടിലുള്ളവരും അല്ലാത്തവരും വിളിച്ചതിനെ തുടർന്ന് ഒരു 25,000-ഓളം രൂപ നമ്മൾ സ്വയം ചിന്തിച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു വേദന, അതായത് നഷ്ടപ്പെട്ടത് എന്റെയും സ്വന്തമാണ് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാനുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത്.